നമസ്കാരം. ദേവാങ്കണം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും ദുരിതവും അവസാനിക്കാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു നിറയാൻ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ ഭംഗിയായി നടന്നു കിട്ടാനായിട്ട്, ജീവിതത്തിൽ എന്നും ഉയർച്ച കൈവരാൻ ഞാൻ ഈ പറയുന്ന ഒരേ ഒരു പുഷ്പാഞ്ജലി അത് പറയുന്ന രീതിയിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഒന്ന് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നു ചേരും. ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദേവാങ്കണം ചാനലിൽ വരുന്ന മറ്റു വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും ദുരിതവും തീരും. ഒപ്പം നിങ്ങളുടെ ജീവിതവും ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. എന്താഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഇത് ചെയ്യുന്നുവോ അതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. ഒരുപാട് പേർ ചെയ്തതും അവർക്ക് ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച ഫലങ്ങൾ ലഭിക്കുകയും മാറ്റങ്ങൾ വരികയും ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റിക്കാതെ കൃത്യമായി വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ശിവക്ഷേത്രത്തിലാണെങ്കിലും കുഴപ്പമില്ല, പോയി ചെയ്തോളൂ. നിങ്ങൾക്ക് ആ ആഗ്രഹം നടന്നു കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു. ശിവക്ഷേത്രത്തിൽ 3 ശനിയാഴ്ച അല്ലെങ്കിൽ 3 തിങ്കളാഴ്ച വേണം വഴിപാട് ചെയ്യാനായിട്ട്. ശനിയും തിങ്കളും ശിവഭഗവാനെ സംബന്ധിച്ചിടത്തോളം വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ ഒന്നുകിൽ 3 ശനിയാഴ്ച തിരഞ്ഞെടുത്ത് ചെയ്യാം. തുടർച്ചയായിട്ട് വരുന്നതല്ല എന്നുണ്ടെങ്കിൽ 3 തിങ്കളാഴ്ച തിരഞ്ഞെടുത്ത് തുടർച്ചയായിട്ട് വരുന്ന 3 തിങ്കളാഴ്ചകളിൽ ഇത് ചെയ്യാവുന്നതുമാണ്. രാവിലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. പ്രഭാത സമയത്ത് രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് ഈ വഴിപാട് ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച തോറും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് എന്താണ് എന്നുള്ളത് ഞാൻ ഒന്നൊന്നായിട്ട് തന്നെ പറയാം. ആദ്യത്തെ തിങ്കളാഴ്ചയായിട്ട് എടുത്തോളൂ. ആദ്യമായിട്ട് ഈ വഴിപാട് ചെയ്യാനായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ആദ്യത്തെ തിങ്കളാഴ്ച കുളിച്ച് ശുദ്ധിയായി എല്ലാ ഐശ്വര്യത്തോടും കൂടി ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള ഏത് ശിവക്ഷേത്രത്തിൽ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അമ്പലത്തിൽ പോയി ഭഗവാനെ കൺകുളിർക്കെ കണ്ടു തൊഴാൻ പോകുന്ന സമയത്ത് നന്ദിയുടെ നടക്കിൽ വെക്കാനായിട്ട് കുറച്ച് പൂക്കൾ, അത് മഞ്ഞ നിറത്തിലുള്ള പൂക്കളോ ചുവന്ന നിറത്തിലുള്ള പൂക്കളോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് പൂക്കൾ കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. ഇത് എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല, പറ്റുന്നവർ ചെയ്താൽ മതി. പക്ഷെ നന്ദിക്ക് ആദ്യം തന്നെ ചെയ്തിട്ട് ഈ വഴിപാട് ചെയ്തു തുടങ്ങുന്നതാണ് അതിന്റെ ഏറ്റവും ശരിയായ രീതി എന്ന് പറയുന്നത്. രാവിലെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് കുറച്ച് പൂക്കൾ കരുതുക. അതല്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിനടുത്തുള്ള പൂക്കടയിൽ നിന്നായാലും ഒരല്പം പൂക്കൾ, ഒരു പിടി പൂക്കൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് അത് നന്ദിയുടെ നടക്കൽ വെച്ച് സമർപ്പിക്കുക. ചില ക്ഷേത്രങ്ങളിൽ നമുക്ക് തന്നെ നന്ദിയുടെ മുന്നിൽ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ചില ക്ഷേത്രങ്ങളിൽ അത് തിരുമേനിമാരുടെ കയ്യിൽ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും രണ്ടിൽ ഏതാണ് ക്ഷേത്രത്തിലെ ആചാരം എന്ന് നോക്കിയ ശേഷം അങ്ങനെ നന്ദിക്ക് സമർപ്പിച്ച് ആദ്യം തന്നെ നന്ദിയെ തൊഴുതു വണങ്ങി ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുക. മഹാദേവൻ പരമേശ്വരനെ കണ്ട് ഓം നമഃശിവായ ചൊല്ലി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഈ വഴിപാട് ചെയ്ത് പൂർത്തീകരിച്ചു കൊള്ളാം എന്ന് ഭഗവാനോട് നേരുക. മനസ്സിൽ ആഗ്രഹങ്ങൾ ഒന്നുമില്ല, ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടി, എല്ലാ ഐശ്വര്യത്തിനും വേണ്ടി ഭഗവാന്റെ ചൈതന്യം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങൾ വഴിപാട് രസീതാക്കണം. എന്ത് വഴിപാടാണ് രസീതാക്കേണ്ടത്? 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, പിൻവിളക്ക് വഴിപാടിന് രസീതാക്കണം. എന്താണ് പിൻവിളക്ക് വഴിപാട്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ശിവഭഗവാന്റെ പിറകിലായിട്ട് ഒരു വിളക്ക് കത്തിച്ചു വച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ആ വിഗ്രഹത്തിൻ്റെ പുറകുഭാഗത്തായിട്ട് പിന്നിലായിട്ട് ഒരു പിൻവിളക്ക് സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ തിരിയിട്ട് കത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പുറകിലായിട്ട് ഒരു കണ്ണാടി, ഒരു വട്ടത്തിലുള്ള ഒരു കണ്ണാടി, അതായത് പൂവിൻ്റെ ആകൃതിയുള്ള ഒരു കണ്ണാടി സ്ഥാപിച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ആ വിളക്കിൽ തിരിയിട്ട്
കത്തിക്കുന്ന സമയത്ത് ആ വിളക്കിലെ കണ്ണാടിയിൽ പോയി തട്ടി അത് അനേകം ഒരു തീജ്വാല പോലെ, അല്ലെങ്കിൽ ഒരു പ്രഭ പോലെ, അല്ലെങ്കിൽ ഒരു പൂ പോലെ ഇങ്ങനെ ആ കണ്ണാടിയിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും. ഇത് അമ്മ മഹാമായ സർവശക്ത പാർവതി ദേവിയാണ്. ഈ വിളക്ക് എന്നുള്ളതാണ് സങ്കല്പം. അപ്പോ മഹാദേവനോടൊപ്പം ദേവി കൂടിയായ അമ്മ മഹാമായ ശക്തിക്ക് കൂടി ചേരുന്ന സങ്കല്പമാണ് പിൻവിളക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ പിൻവിളക്ക് വഴിപാട് നടത്താനായിട്ട് പിൻവിളക്കിന് വേണ്ടിയിട്ടാണ് രസീത് എഴുതിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. ആ പിൻവിളക്കിന് രസീതാക്കുന്നതിനോടൊപ്പം തന്നെ ആയുർ സൂക്ത പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലി ഉണ്ട്. ആ പുഷ്പാഞ്ജലിക്ക് കൂടി അന്നത്തെ ദിവസം രസീതാക്കുക. ഇത് രണ്ടും രസീതാക്കിക്കൊണ്ട് പോയി തിരുമേനിയുടെ കയ്യിൽ കൊടുത്ത് ഈ രണ്ട് കാര്യങ്ങളും നടത്തുക. പിൻവിളക്ക് തെളിയിക്കുക, ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തി അതിൻ്റെ പ്രസാദവും സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഒന്നാമത്തെ ദിവസം ചെയ്യേണ്ട കാര്യം. ഒന്നാമതായി ചെയ്യാൻ പോകുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ചെയ്യേണ്ട കാര്യം ഇതാണ്. അന്ന് നടക്കിൽ നിന്നുകൊണ്ട് ഓം നമഃശിവായ ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ ഭഗവാനോട് പറയുക. എല്ലാം ഭംഗിയാകും. ഇതാണ് ഒന്നാമത്തെ ആഴ്ച ചെയ്യേണ്ടത്. രണ്ടാമത്തെ ആഴ്ച ഇനി ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ഇതേപോലെ തന്നെ കുളിച്ച് ശുദ്ധിയായി പ്രഭാത സമയത്ത് ക്ഷേത്രത്തിൽ പോവുക. ക്ഷേത്രത്തിൽ ചെന്ന് ഇതേപോലെ പിൻവിളക്ക് വഴിപാട് നടത്താൻ രസീതാക്കുക. ഒപ്പം ശിവസഹസ്രനാമ മന്ത്രാർച്ചന അല്ലെങ്കിൽ ശിവസഹസ്രനാമ പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ആ ഒരു പുഷ്പാഞ്ജലി നിങ്ങൾ രസീതാക്കുക. അങ്ങനെ ശിവസഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തി പിൻവിളക്കം തെളിയിക്കുക രണ്ടാമത്തെ ആഴ്ച. ഇനി മൂന്നാമത്തെ ആഴ്ച തിങ്കളാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഇതുപോലെ തന്നെ നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി ക്ഷേത്രത്തിലേക്ക് പോകുക. മൂന്നാമത്തെ ആഴ്ച പോകുന്ന സമയത്ത് പിൻവിളക്കിന് രസീതാക്കുക. ഒപ്പം ഇളനീർ അഭിഷേകത്തിനും രസീതാക്കുക. രണ്ടാമത്തെ ആഴ്ച പോകുമ്പോഴേ അവിടുത്തെ തിരുമേനിയോട് അല്ലെങ്കിൽ അവിടുത്തെ അമ്പല കമ്മിറ്റിയോട് ചോദിച്ചു വയ്ക്കണം ഇളനീർ അഭിഷേകം ചെയ്യുന്നതിന് എപ്പോഴാണ് വരേണ്ടത് എന്ന്, ദർശിക്കാൻ എപ്പോഴാണ് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു വെച്ചതിന് ശേഷം മൂന്നാമത്തെ ആഴ്ച ഇളനീർ അഭിഷേകം, അതുപോലെ തന്നെ ഇളനീർ അഭിഷേകവും പിൻവിളക്കിനും നിങ്ങൾ മൂന്നാമത്തെ ആഴ്ച രസീതാക്കണം. അപ്പോൾ മൂന്നാമത്തെ ആഴ്ച ഇളനീർ അഭിഷേകവും പിൻവിളക്കും നടത്തുക. അങ്ങനെ 3 ആഴ്ചകൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുർഘട അവസ്ഥകളും മാറുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു നിറയാൻ ആരംഭിക്കുന്നതാണ്. എന്തെങ്കിലും വലിയ സ്വപ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉള്ളവരാണെങ്കിൽ നേർന്നുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വഴിപാട് ചെയ്യുക. നിങ്ങളുടെ സ്വപ്നം അതിന് എത്ര വലുതായാലും ശരി ഭഗവാൻ നടത്തിത്തരും. അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഒത്തിരി പേർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ ചെയ്ത് ഫലം കിട്ടുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങളും ചെയ്തു നോക്കുക. നിങ്ങളെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ സന്തോഷവും ഐശ്വര്യവും ഉണ്ടായിത്തീരട്ടെ. നമസ്കാരം.